ഹലോ മൈ ഡിയർ വേൾഡ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗ് ആൻഡ് ബ്ലോഗ് പുനലൂർ. ഇന്നൊരു തനി നാടൻ ഐറ്റം വന്നേ. ഉണക്കമീനും പച്ചമാങ്ങായും ഏത്തക്കായും കൊണ്ടുള്ളൊരു കറി. നമ്മുടെ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും സുപരിചിതമായ ഒരു കറിയുടെ പേരിൽ പറഞ്ഞതുപോലെ പച്ചമാങ്ങായും ഉണക്കമീനും 2 ഏത്തക്കായും എടുക്കാം. കൂട്ടിന് ഒരു പിടി കൊച്ചുള്ളിയും പച്ചമുളകും തക്കാളിയും. ഇനി അരപ്പ് തയ്യാറാക്കാം. അരമുറി തേങ്ങ തിരുമിയതിലേക്ക് മുളക് പൊടിയും ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 3/4 സ്പൂൺ മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം. മഷി പോലെ അരയണേ. മുളക് പൊടി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. 2-3 കൊച്ചുള്ളിയും ഇടാൻ മറക്കണ്ട. നന്നായി പേസ്റ്റാക്കിയ അരപ്പ് കറിച്ചട്ടിയിലോട്ടാക്കാം. മൺചട്ടി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാൻ മറക്കല്ലേ. അരപ്പ് കലക്കിയപ്പോൾ എനിക്ക് മുളക് പൊടി കുറഞ്ഞതായിട്ട് തോന്നി. ഞാൻ പിന്നീട് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തു. ഈ അരപ്പിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യണേ. അരപ്പ് കട്ടയായിട്ട് കിടക്കാതെ നന്നായി മിക്സ് ചെയ്യണേ. ശേഷം അടുപ്പിലോട്ടാക്കാം. തിള വന്നതിന് ശേഷം മൂടി വെച്ചടച്ചാൽ മതി. നന്നായി തിളച്ച് മീനും മാങ്ങയുടെ പുളിയെല്ലാം കറിയിൽ ഇറങ്ങിയതിനു ശേഷം സിമ്മിലാക്കാം. ഈ സമയത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാമേ. ഞാൻ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത്. എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ലേശം ഉലുവായും കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ച് കറിയിലോട്ട് ഒഴിക്കാം. ഈ കറിയിലുള്ള മാങ്ങയ്ക്കും ഉണക്കമീനും ഒരു പ്രത്യേകതയുണ്ട്. മാങ്ങ നമ്മുടെ വീട്ടിലെയും ഉണക്കമീൻ എൻ്റെ കുഞ്ഞുമ്മ വീട്ടിൽ ഉണക്കിയതുമാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.